ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി കണ്ടു നോക്കാം. അപ്പോൾ അതിൻ്റെ വീഡിയോ കാണുന്നതിന് മുന്നായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ. അപ്പോൾ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ തിളച്ച് വരട്ടെ. വെള്ളം നല്ലോണം തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് പത്തിരിപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ 2 കപ്പ് വെള്ളത്തിന് 1.5 കപ്പ് പത്തിരിപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന പത്തിരിപ്പൊടിയാണ്. അപ്പോൾ പൊടി ഇട്ട് കൊടുത്ത ഉടനെ തന്നെ നമ്മൾ നല്ലപോലെ ഇളക്കി മിക്സ് ആക്കി എടുക്കണം. ഫ്ലെയിം ലോ ഫ്ലെയിം ആയിരിക്കുകയും വേണം. അപ്പോൾ നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ആക്കി എടുത്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം ഇതൊന്ന് ചെറുതായിട്ട് ചൂട് പോയിട്ട് നമുക്ക് കൈകൊണ്ട് കുഴക്കാൻ പറ്റുന്ന ഒരു പരുവത്തിലുള്ള ചൂടുണ്ടാവണം. നല്ലതുപോലെ തണുത്ത് പോവുകയും ചെയ്യരുത്. അങ്ങനത്തെ ഒരു പരുവത്തിലുള്ള ചൂടെത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് നല്ലതുപോലെ കൈകൊണ്ട് കുഴച്ചെടുക്കണം. വേണമെങ്കിൽ കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നല്ലതുപോലെ കുഴച്ച് മിക്സാക്കി എടുക്കണം. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഒന്ന് സോഫ്റ്റ് ആക്കി കുഴക്കണം. അപ്പോൾ കുഴച്ചെടുത്ത ശേഷം നമുക്ക് ഇതിങ്ങനെ ചെറിയ ബോളുകളാക്കിയിട്ട് മാറ്റി വെക്കാം. ഏകദേശം ഒരു ചെറുനാരങ്ങയുടെ വലുപ്പത്തിലൊക്കെ വരുന്ന ബോളുകളാക്കിയിട്ട് നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ട ഫില്ലിംഗ് ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ വെച്ച് ചൂടായ ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് തന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ എരിവിനനുസരിച്ചിട്ട് പച്ചമുളകിൻ്റെ എണ്ണം മാറ്റം വരുത്താം. ഇനി ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ 2 ചെറിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. അത് ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ്. അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. സവാള നല്ലതുപോലെ വഴണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് വേണ്ട മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ചിക്കൻ വേവിച്ചതാണ്, ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ചിക്കൻ വേവിച്ചെടുത്തതാണ്. അതൊന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്തതാണ്. അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയാണ്. അപ്പോൾ ഒരു 1/2 കപ്പിനടുത്ത് തേങ്ങ ചിരവിയത് കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു നമ്മൾ നേരത്തെ ബോളാക്കി വെച്ചിരിക്കുന്നില്ലേ, അതിലേക്ക് നമ്മുടെ ഈ ഒരു ഫില്ലിങ് വെച്ച് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു ബോൾ എടുത്തിട്ട് ജസ്റ്റ് കൈകൊണ്ട് ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കാം. കുറച്ചൊരു ഉള്ളിങ്ങനെ ഒന്ന് കുഴിയായി വരുന്ന രീതിയിൽ ഒന്ന് ഇങ്ങനെ കൈകൊണ്ട് ഇതേ വീഡിയോ കാണുന്നത് പോലെ ഒന്ന് പരത്തിയെടുത്ത ശേഷം നമുക്കിതിലേക്ക് 1-2 സ്പൂണ് ഫില്ലിങ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ ഇങ്ങനെ നമ്മൾ അടയെല്ലാം ചെയ്തെടുക്കുന്ന ഒരു രീതിയിൽ, പക്ഷെ കുറച്ച് ഷേപ്പിൽ മാറ്റം വരുന്നുള്ളൂ. ഇതേപോലെ സൈഡൊക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ട് നമ്മുടെ ഒരു ചിക്കൻ കറിയുടെ ആ ഒരു ഷേപ്പിലേക്ക് ഇങ്ങനെ ആക്കിയെടുക്കാം. മെല്ലെ ചെയ്തെടുത്താൽ മതി. ഒരുപാട് നമ്മൾ ബലം പിടിച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇത് പൊട്ടിപ്പോവും. അപ്പോൾ ഇതിങ്ങനെ ഒട്ടിച്ച് കൊടുക്കുമ്പോൾ തന്നെ അവിടെ ഒട്ടി നിന്നോളും. എന്നിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഷേപ്പ് ഇങ്ങനെ ആക്കി എടുക്കണമെന്നേ ഉള്ളൂ. ഒരു ബുദ്ധിമുട്ടുമില്ല, എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്നതാണുള്ളൂ. അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ ബാക്കിയുള്ള എല്ലാം ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിത് ആവിയിൽ വെച്ചിട്ടാണ് നമ്മൾ ഫസ്റ്റ് ഇത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് വെന്ത് കിട്ടും. കാരണം നമ്മൾ ഓൾറെഡി ഇത് തിളച്ച വെള്ളത്തിലിട്ടിട്ട് നമ്മൾ വാട്ടിയെടുക്കുന്നുണ്ട്. എന്നിട്ടാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമുക്ക് ആവിയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് 15 മിനിറ്റ് ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് പുറത്തെടുത്ത് വെച്ചതാണ്. ആവിയിൽ നിന്ന് വേവിച്ചിട്ട് പുറത്തെടുത്ത് മാറ്റി വെച്ചതാണ്. അപ്പോൾ കുറച്ച് ചൂടൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു ബൗളിലേക്ക് കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് മിക്സാക്കി എടുത്തതാണ്. ഇതിലേക്ക് നമ്മൾ ഈ ഒരു ചിക്കൻ കായ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കുകയാണ്. അവർ ഷാലോ ഫ്രൈ പോലെയാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കിതിങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഈ ഒരു മുളകിൻ്റെ മിക്സിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ പാനിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇത് കളറൊന്നും ഉണ്ടാവില്ല. കാരണം മുളകെല്ലാം ഈ എണ്ണയിലേക്കായിരിക്കും ഉണ്ടാവുക, എണ്ണയിലായി പോയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഈ ഒരു മുളകിൻ്റെ വെള്ളം ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ലാസ്റ്റ് ഇത് ഫ്രൈ ചെയ്ത് എല്ലാം ആയി വരുന്ന സമയത്ത് ഇതിന് നല്ല എരിവും കളറെല്ലാം ആയിട്ടുണ്ടാവും. അപ്പോൾ ആദ്യം തന്നെ നല്ലോണം മുളക് പൊടി ഇട്ടിട്ട് മിക്സ് ആക്കി എടുക്കുമ്പോൾ നമ്മൾ ഈ ഒരു ഇത് വല്ലാണ്ട് എരിവായി പോവും.
അതുകൊണ്ട് എരിവ് അത്ര വേണ്ട എരിവ് വലിയ താല്പര്യം ഇല്ലാത്തവർക്ക് ഇതേപോലെ കുറച്ച് ആദ്യം ഇട്ടതിന് ശേഷം നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഇതേപോലെ രണ്ട് സൈഡും നല്ല രീതിക്ക് കുറച്ച് സമയം എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ആദ്യം തന്നെ ഫ്ലെയിമെല്ലാം കൂട്ടിച്ച് ചെയ്യുമ്പോൾ ഈ മുളകെല്ലാം കരിഞ്ഞു പോകും. അങ്ങനെ ചെയ്യണ്ട. നമ്മൾ മീനൊക്കെ പൊരിച്ചെടുക്കുന്ന പോലെ കുറച്ച് ഫ്ലെയിം കുറച്ച് വെച്ച ശേഷം നമുക്കിതിങ്ങനെ രണ്ട് സൈഡും നല്ല രീതിക്കൊന്ന് ഫ്രൈ ആക്കി എടുത്ത ശേഷം നമുക്കിത് കോരി മാറ്റാം. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്, നല്ല സ്പൈസി ആയിട്ടുള്ള നല്ലൊരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ.